അമൃത, രാഹുലിനെ അല്പസമയം മുൻപ് ഇവിടെ എത്തിച്ചിട്ടുണ്ട്. ചോദ്യം ചെയ്യൽ ഉടൻ ആരംഭിക്കുമെന്നാണ് അറിയാൻ കഴിയുന്ന വിവരം. ഇത്തരത്തിൽ വീട്ടിൽ നിന്നാണ് രാഹുലിനെ കസ്റ്റഡിയിലെടുത്തത്. രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട കേസിൽ, ലൈംഗികാരോപണ കേസിൽ അടക്കം രാഹുലിന് അനുകൂലമായിട്ട് യൂട്യൂബിലൂടെയും ഫേസ്ബുക്കിലൂടെയും നിരവധി പോസ്റ്റുകളും അതുപോലെ തന്നെ വീഡിയോകളുമാണ് രാഹുൽ ഈശ്വർ ഇത്തരത്തിൽ പ്രചരിപ്പിച്ചത്. അതിജീവിതയെ അങ്ങേയറ്റം അപമാനിക്കുന്ന തരത്തിലുള്ള വീഡിയോകളും പോസ്റ്റുകളുമായിരുന്നു പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നത്. ചോദ്യം ചെയ്യൽ, രാഹുൽ ഈശ്വറിന്റെ ചോദ്യം ചെയ്യൽ സൈബർ എസ്പിയുടെ നേതൃത്വത്തിലായിരിക്കും. ഇപ്പോൾ ഇവിടെ പോലീസ് AR ക്യാമ്പിൽ എത്തിച്ചിട്ടുണ്ട്. ആദ്യഘട്ടത്തിൽ രാഹുൽ ഈശ്വറിനെ കസ്റ്റഡിയിലെടുക്കുന്ന ഘട്ടത്തിൽ PTCയിൽ പ്രവർത്തിക്കുന്ന സൈബർ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ച് ചോദ്യം ചെയ്യാനായിരുന്നു തീരുമാനം. പിന്നീട് AR ക്യാമ്പിലേക്ക് മാറ്റുകയായിരുന്നു. ഈ അതിജീവിതയുമായി ബന്ധപ്പെട്ട അതിജീവിതയുടെ ഐഡന്റിറ്റി അടക്കം പുറത്തു വരുന്ന രീതിയിൽ പല ഫേസ്ബുക്ക് പോസ്റ്റുകളും പുറത്തു വരുന്ന ഒരു സാഹചര്യമാണ്. വലിയ രീതിയിലുള്ള സൈബർ ആക്രമണം അതിജീവിത നേരിടുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. പല അക്കൗണ്ടുകളുടെ URL കോഡ് അടക്കം വെച്ചാണ് അതിജീവിത DGPക്ക് പരാതി നൽകിയത്. തുടർന്ന് ഈ പരാതി ജില്ലാ പോലീസ് മേധാവിക്ക് കൈമാറുകയായിരുന്നു. അപ്പോൾ അത്തരത്തിലാണ് രാഹുൽ ഈശ്വറിനെ ഇപ്പോൾ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. രാഹുൽ ഈശ്വറാണ് ഇതിൽ ഒരു നേരിട്ട് ഈ ഇത്തരത്തിൽ അതിജീവിതക്കെതിരെ ആക്രമണം നടത്തുന്നതിൽ നേരിട്ട് കിട്ടുന്ന ഒരു തെളിവ് രാഹുൽ ഈശ്വറിൻ്റെതാണ്. അയാളുടെ വീഡിയോയും പോസ്റ്റും, ഫോണിൽ നിന്ന് തന്നെ ചെയ്ത പോസ്റ്റും അതുപോലെ തന്നെ അയാളുടെ ശബ്ദത്തിലുള്ള അയാളുടെ വീഡിയോയും യൂട്യൂബിലുണ്ട്. അതുകൊണ്ട് തന്നെ രാഹുൽ ഈശ്വറിനെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. സമാനമായി സന്ദീപ് ജി വാര്യർക്കെതിരെയും പരാതി നൽകിയതായിട്ടാണ് അറിയാൻ കഴിയുന്നത്. അദ്ദേഹത്തെയും ഇത്തരത്തിൽ ചോദ്യം ചെയ്യാനും കസ്റ്റഡിയിലെടുക്കാനുമുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ രാഹുൽ ഈശ്വറിന്റെ സൈബർ ആക്രമണം ആയതുകൊണ്ട് തന്നെ ലാപ്ടോപ്പും ഫോണും അടക്കമുള്ള ഡിജിറ്റൽ ഗാഡ്ജറ്റുകൾ കസ്റ്റഡിയിലെടുക്കാനുള്ള തീരുമാനമായിട്ടുണ്ട്. പക്ഷേ ലാപ്ടോപ്പ് കൈവശമില്ലാത്തതിനാൽ ഓഫീസിലാണെന്ന ഒരു ന്യായീകരണമാണ് രാഹുൽ ഈശ്വർ നൽകിയിരിക്കുന്നത്. രാഹുൽ ഈശ്വറിന്റെ ഫോൺ ഉടൻ തന്നെ കസ്റ്റഡിയിലെടുക്കും, പരിശോധിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. രാഹുൽ ഈശ്വറിന്റെ ഫോണിൽ നിന്നും ലാപ്ടോപ്പിൽ നിന്നുമാണ് യൂട്യൂബിലും മറ്റ് സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിലുമൊക്കെ അതിജീവിതയെ അങ്ങേയറ്റം അപമാനിക്കുന്ന തരത്തിലുള്ള പോസ്റ്റുകളും വീഡിയോകളും വന്നത്. ഈ ഒരു രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട കേസിൽ ഏറ്റവും വലിയൊരു തെളിവായിട്ടും അല്ലെങ്കിൽ ആരോപണമായിട്ട് ഉയർന്നത് നിർബന്ധിത ഗർഭചിത്തമാണ്. എന്നാൽ യുവതിയെ അങ്ങേയറ്റം, ഈ അതിജീവിതയെ അങ്ങേയറ്റം അപമാനിക്കുന്ന തരത്തിൽ ഈ ഗർഭചിത്തം അവർ സ്വയമേ ചെയ്തതാണ്. അവരുടെ വൈവാഹിക ജീവിതവുമായി ബന്ധപ്പെടുത്തി വളരെ മ്ലേച്ഛമായിട്ട് യുവതിയെ ഈ ഒരു സമ്മർദ്ദത്തിലൂടെ കടന്നു പോകുന്ന ഒരു സാഹചര്യത്തിൽ അവരുടെ എല്ലാ തരത്തിലും അവരെ അപമാനിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് രാഹുൽ ഈശ്വർ ഇത്തരത്തിൽ സോഷ്യൽ മീഡിയയിലും ഒക്കെ ആയിട്ട് പ്രചരിപ്പിച്ചത്. ആ ഒരു സംഭവത്തിലാണ് ഇപ്പോൾ യുവതി അതിജീവിത പരാതിയുമായി രംഗത്തെത്തിയത്. ഇപ്പോൾ രാഹുൽ ഈശ്വറിനെ കസ്റ്റഡിയിലെടുത്ത് AR ക്യാമ്പിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ചോദ്യം ചെയ്യൽ അല്പസമയത്തിനകം ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. സൈബർ SPയുടെ നേതൃത്വത്തിലായിരിക്കും ചോദ്യം ചെയ്യൽ. ഇത്തരത്തിൽ യുവതി വലിയ രീതിയിലുള്ള അതിക്രൂരമായ അധിക്ഷേപമാണ് സമൂഹ മാധ്യമങ്ങളിലൂടെ നേരിടുന്നത്. സൂചിപ്പിച്ചതുപോലെ തന്നെ രാഹുൽ ഈശ്വറിന് പിന്നാലെ ഇയാളുടെ ഫേസ്ബുക്ക് പോസ്റ്റുകൾക്കും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ പോസ്റ്റുകൾക്കും പ്രതികരണങ്ങൾക്കും പിന്നാലെ നിരവധി ആളുകൾ ഇത് ഏറ്റുപിടിച്ചുകൊണ്ട് രംഗത്ത് വരുന്ന കാഴ്ചകൾ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ കൂടുതൽ ആളുകളിലേക്കും ഇനിയിപ്പോൾ ഈ കേസ് നീങ്ങേണ്ടതുണ്ട്. നിലവിൽ ഇപ്പോൾ പരാതിക്കാരി രാഹുൽ ഈശ്വറിന്റെ പേരെടുത്തു പറഞ്ഞൊരു പരാതി നൽകിയതുകൊണ്ടാണ് രാഹുൽ ഈശ്വറിന് എതിരായുള്ള നടപടിയിലേക്ക് നീങ്ങിയിരിക്കുന്നത്. പക്ഷേ ഇതുകൊണ്ട് അവസാനിക്കില്ലല്ലോ. അതുതന്നെയാണ് നിലവിൽ രാഹുൽ ഈശ്വറാണ് ഈ അതിക്രമം നേരിട്ട് ഒരു സമൂഹത്തിലേക്ക് യുവതിയെ വലിച്ചിഴക്കുന്ന തരത്തിൽ ഇത്തരത്തിൽ സോഷ്യൽ മീഡിയയിലൂടെയും ചാനൽ ചർച്ചകളിലൂടെയും ഇത്തരത്തിൽ ആക്രമിക്കുന്നത്. പക്ഷേ പലതരത്തിലുള്ള ഫേസ്ബുക്ക് അക്കൗണ്ടുകളിലും നമുക്ക് ആരാണ് എന്താണ് എന്ന് മനസ്സിലാക്കാൻ കഴിയാത്ത ഫേസ്ബുക്ക് അക്കൗണ്ടുകളിൽ നിന്നും യൂട്യൂബ് ചാനലുകളിൽ നിന്നും സോഷ്യൽ മീഡിയ മറ്റ് എല്ലാ തരത്തിലുള്ള വെബ് പേജുകളിലടക്കം ഈ യുവതിയെ ആക്രമിക്കുന്ന തരത്തിൽ അവരുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തുന്ന തരത്തിൽ പോസ്റ്റുകളും അവരുടെ ചിത്രങ്ങളും ഒക്കെ വരുന്ന ഒരു സാഹചര്യമാണ്. യുവതി ഈ അതിജീവിത URL കോഡ് അടക്കം ഇതിന്റെയൊക്കെ ഇത്തരം ആക്രമിക്കുന്ന പോസ്റ്റുകളുടെയൊക്കെ URL കോഡ് അടക്കം വെച്ചുകൊണ്ടാണ് പരാതി നൽകിയിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ ആദ്യഘട്ടം എന്ന നിലയിലാണ് രാഹുൽ ഈശ്വറിനെ ചോദ്യം ചെയ്തത്. ഇത്തരത്തിൽ കോൺഗ്രസ് സൈബർ പോരാളികളിൽ നിന്നുമൊക്കെ ആക്രമണം നേരിടുന്നതായിട്ടൊക്കെ ഇവിടെ ആരോപണമുണ്ട്. അത്തരത്തിൽ ആദ്യഘട്ടം എന്ന നിലയിൽ രാഹുൽ ഈശ്വറിനെ ചോദ്യം ചെയ്യും. പിന്നീട്
ഇത്തരം URL കോഡിന്റെ പുറകിൽ ആരാണ് എന്നത് അടക്കം കണ്ടെത്തേണ്ടതുണ്ട്. അതിലൊക്കെ അങ്ങോട്ടൊക്കെ ഈ അന്വേഷണം നീങ്ങുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നിലവിൽ പല കോണുകളിൽ നിന്നും യുവതിയെ, ഈ അതിജീവിതയെ അങ്ങേയറ്റം ആക്രമിക്കുന്ന തരത്തിലുള്ള ഇവർ മുന്നോട്ട് വെച്ച രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ അവർ മുന്നോട്ട് വെച്ച ഓരോ ആരോപണത്തെയും വളരെ അവരെ വ്യക്തിഹത്യ ചെയ്തുകൊണ്ട് ഡിഫെൻഡ് ചെയ്യുന്ന തരത്തിലുള്ള പോസ്റ്റുകളാണ് ഈ സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിക്കുന്നത്. അതിൽ അവരുടെ കുടുംബജീവിതം, വൈവാഹിക ജീവിതം അടക്കമുള്ള ഒരു മനുഷ്യന്റെ ഏറ്റവും പ്രൈവസിയോടെ കാത്തുവെക്കേണ്ട പല കാര്യങ്ങളും, അതും ഇത്രയും സമ്മർദ്ദത്തിൽ അവർ പോകുന്ന ഒരു സമയത്ത് വലിച്ചിഴച്ചുകൊണ്ട് ആ യുവതിയെ അങ്ങേയറ്റം തളർത്താനാണ് ഈ ഒരു സാഹചര്യത്തിൽ ഇവർ അടക്കം, രാഹുൽ ഈശ്വർ അടക്കം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിലാണ് യുവതി DGPക്ക് പരാതി നൽകുന്നത്. അത് ജില്ലാ പോലീസ് മേധാവിക്ക് കൈമാറുകയായിരുന്നു. ഇപ്പോൾ ചോദ്യം ചെയ്യലിലേക്ക് കടക്കുകയാണ്. അമൃത, ഏതായാലും രാഹുൽ ഈശ്വറിനെ തിരുവനന്തപുരത്തെ AR ക്യാമ്പിലേക്ക് എത്തിച്ചിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ പ്രാഥമിക ചോദ്യം ചെയ്യൽ ആരംഭിക്കുമെന്ന് തന്നെയാണ് അവിടെ നിന്ന് സനിസ ശോഭാചന്ദ്രൻ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇനി ശബരിമലയിലെ പൂജാ സമയം.